പെട്ടെന്ന് യൂസഫിൻ്റെ വണ്ടിയുടെ ടയർ പഞ്ചറാവുകയാണ്. അതൊരു കാടിന് നടുവിലായിരുന്നു. യൂസഫിൻ്റെ വീട്ടിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ആ കാടിന് നടുവിൽ അവർ ശരിക്കും പെട്ടുപോയിരുന്നു. യൂസഫ് പറഞ്ഞു, ഇനി ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ടേക്കാവില്ല. അവൻ അവൻ്റെ സുഹൃത്തുക്കളെ വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയൊന്നും റേഞ്ച് ഉണ്ടായില്ല. അവനാകെ ഭയന്നു. അപ്പോഴാണ് യൂസഫ് ഒരു ശബ്ദം ശ്രദ്ധിച്ചത്. ആരോ നടക്കുന്നത് പോലുള്ളൊരു ശബ്ദം. എന്നാൽ ഇവിടെ അങ്ങനെ മനുഷ്യരൊന്നും ഇല്ല. ഈ കാടിന് നടുവിൽ ആരും അങ്ങനെ വരാറില്ലല്ലോ. പിന്നെ എന്താണ് ശബ്ദം? യൂസഫ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴതാ യൂസഫിൻ്റെ പിറകിൽ ഭീമാകാരമായ ഒരു കരടി വന്ന് നിൽക്കുന്നു. യൂസഫ് ആകെ പേടിച്ചു വിളിച്ചു. എന്നാൽ യൂസഫിന് ഒരു ഓർമ്മ വന്നു. കരടി വന്നാൽ അനങ്ങാതെ നിന്ന കരടി തിരിച്ചു പോകുമെന്നല്ലേ? യൂസഫ് അനങ്ങാതെ നിന്നു. ശരിക്കും ഒരു കല്ല് പോലെ, ഒരു പ്രതിമ പോലെ. യൂസഫ് അനങ്ങിയില്ല. എന്നാൽ കാടിനകത്ത് നിന്ന് ആ ശബ്ദങ്ങളൊക്കെ കേട്ട് തന്നെ ആ പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്താണ് അവിടെ ഒരു ശബ്ദം? എന്താണ് അവിടെ ഒരു ശബ്ദം? യൂസഫ് അനങ്ങിയില്ല. എന്നാൽ ആ പെൺകുട്ടി ഉറക്കെ ചോദിച്ചു കൊണ്ടിരുന്നു. യൂസഫിന് അവസാനം പേടിയായി തുടങ്ങി. കാരണം കരടി വണ്ടിക്ക് നേരെയാണ് നീങ്ങുന്നത്. യൂസഫ് എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു. അവസാനം യൂസഫ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശബ്ദമുണ്ടാക്കാതിരിക്കൂ എന്ന്. പക്ഷേ ആ പാവം പെൺകുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. എന്നാലും അവൻ പറയുന്നത് പോലെ ശബ്ദമുണ്ടാക്കാതിരുന്നു. എന്നാലും ആ കരടി ആ കാറിന് മുമ്പിലേക്ക് പോയി. ഒരുപാട് നേരം കാറിന് മുമ്പിൽ അങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് ആ പെൺകുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കരടി കുറേ സമയം അവിടെ നിന്നിട്ട് എങ്ങോട്ടേക്കോ പോയി. കരടി പോയി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം യൂസഫ് ശ്വാസം വിട്ടു. അവൻ കിതച്ചുകൊണ്ട് കാറിനകത്ത് തന്നെ കയറി. ഭാഗ്യം, രക്ഷപ്പെട്ടു എന്ന് അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി അവർ അതിനകത്ത് തന്നെ തങ്ങി. പിറ്റേന്ന് ദിവസം രാവിലെ അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു.